വള്ളത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുമായിരിക്കും. അത്രയ്ക്ക് ക്ഷീണിച്ചോ മോളെ? ചേട്ടന്മാരെക്കാളും വലത്ത അനിയൻ. ആരാടാ ഈ ബോട്ട്? എന്റെയാ സാറേ. ആരാ ഗസ്റ്റ്? ഗസ്റ്റ് ഇന്ന് ഗസ്റ്റ് ഇല്ല. സ്റ്റാഫോ? ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാഫിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇവളാരാ? ഗസ്റ്റ് ഉള്ളപ്പോ ഡാൻസ് കളിക്കാൻ വരുന്ന കുട്ടിയാ. ഇപ്പോഴോ? എന്താടാ നാവിറങ്ങിപ്പോയോ? അല്ല, ആളില്ലാത്ത നേരത്തെ ഇവളെയും വിളിച്ചു കയറ്റി അവന്റെ ഒരു കേരള ബോട്ടില്. സാറേ ഞാൻ ഇങ്ങോട്ട് കേറാ. ഇങ്ങോട്ട് കേറാ. ഇങ്ങോട്ട് കേറാ. ഓ, നിന്നോട് ഇനിയിപ്പൊ പ്രത്യേകം ക്ഷണിക്കണമായിരിക്കും. ഇങ്ങോട്ട് കേറി. അവളുടെ ഒരു എന്നെ അങ്ങോട്ട് കേറ്റണ്ട. ഇങ്ങോട്ട് ഇറങ്ങി പാടി പിടിച്ച് കേട്ടടൂ. ആ പോകാം, വേഗം വിടൂ. വല്ല ചൂണ്ടയാണ് മോളെ, വല്ലപ്പോഴും ഇല്ലാത്ത പന്തമേ. വന്ന വഴി വേണ്ട, അതിലെ വളഞ്ഞു പോട്ടെ. ആദ്യം വൈദ്യ പരിശോധന, പിന്നെ പോലീസ് സ്റ്റേഷൻ, ഇന്ന് അത്താഴോ ഉറക്കോ അവിടെ. രാവിലെ കോടതി, പിന്നെ കോടതി തീരുമാനിച്ചോളൂ. ചെയ്ത തെറ്റ് അനാശാസ്യം മനസ്സിലായോ? സാറേ, ഇത് മെഡിക്കൽ എടുത്ത ചീറ്റി പോകുന്ന കേസാ. കണ്ടിട്ട് കലാപരിപാടിയൊന്നും നടന്ന ലക്ഷണമില്ല. മണ്ടൻ. എടോ, മെഡിക്കൽ എടുക്കുമ്പം ഇവരുടെ ബാഗിനകത്ത് 1000 രൂപ വെച്ചേക്കണം. പിന്നെ മറ്റേ സുരക്ഷാ കവചം വാങ്ങിച്ച് കവറ് പൊട്ടിച്ച് ഒരെണ്ണം കളഞ്ഞിട്ട് ബാക്കി അതിനകത്ത് വെച്ചേക്കണം. സംഗതി ലോക്കാടോ, വിത്ത് എവിഡൻസ്. പ്രതിഫലത്തോടെയുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ്, മനസ്സിലായോ? ആ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടേ കുന്തം വിഴുങ്ങിയ പോലെ അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ? ആടുകോപൻ. എത്രയാടി നിന്റെ റേറ്റ്? കൈനഗരി ജയശ്രീ. നോക്കി നിൽക്കാതെ ചാടി പിടിക്കണോ? കാശ് മേടിച്ച് സാറല്ലേ, സാറ് ചാടിയാ മതി. രണ്ടും എടുത്ത് വെള്ളത്തിൽ ചാടിയിടോ. എവിടെ? കന്നിട്ട കായലില്. ആണോ? ശരിക്കും? ആ, ഇനിയിപ്പോ തപ്പിയുടെ സമയങ്ങളെ വിട്ടോ. എടോ, കന്നിട്ട് മുങ്ങിയ പിന്നെ രാവിലെ പുന്നമടയിലെ പൊങ്ങൂ. ആ, ഇയാൾ രണ്ടടിച്ച് പോയി കിടന്ന് ഇറങ്ങാൻ നോക്ക്. ബോട്ട് ആലപ്പുഴ കിട്ടോ. ഇനിയിപ്പോ അടക്കോ അടിയന്തരം ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. ചക്കക്കൂട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ശവം ചുമക്കാൻ ആള് വേണ്ടടാ. ഒന്ന് പിടിച്ചോളൂ. എനിക്കറിയില്ല. ചോട്ടിയിലായിരിക്കും. എന്താടാ അല്ല, അടി ആസ്വദിക്കണ കണ്ട് ചോദിച്ചാ വലിച്ചൂരടാവന്റെ അടുത്തേക്കായി എമ്മാടത്തരം കാണിക്കടാ. അടിച്ചോടിക്കടാ.
ഇരിക്കട്ടെ. എടുത്തോ. എസ്ഐയുടെ ഫോണാ, എനിക്കിഷ്ടമല്ല. എന്ത് വില ഉണ്ട് ഇനി? 50,000 രൂപ. അതെ, നോക്കിട്ട് ഇങ്ങോട്ട് തന്നെ. പുതിയതാ, മേടിച്ചിട്ട് അതെയാ. ഇനി എന്നെ തല്ലരുത്. നേവിയും ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചോ? അതിനു മുമ്പ് ഇവർ അടി തുടങ്ങിയില്ലേ? പെണ്ണ് കേസിൽ കുര്യച്ചനെ പിടിച്ച് SI സ്ഥലം മാറ്റി കൊല്ലത്തൂന്ന് സാറിനെ ഇങ്ങോട്ട് കെട്ടിയടിപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ സാറും കുര്യച്ചനും ചേർന്ന് എന്തെങ്കിലും കളി ഒപ്പിക്കൂന്ന്. അതെ, ഗോപൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ എന്റെ കൂടപ്പുറപ്പാ. ഇവന് മാത്രമല്ല, എനിക്കും ഈ നാട്ടുകാർക്ക് മുഴുവനും. അതെ, ഞങ്ങളെല്ലാം കൂടെ കയറി അങ്ങ് നിരത്തും. താറാവിന്റെ കൂടെ പറിക്കുന്ന പോലെ ഞങ്ങള് സാറിനെ പറിക്കും. ഞാനും പറിക്കും. മിസ്റ്റർ SI, ഞാൻ അഡ്വക്കേറ്റ് അശോകൻ കുപ്പപ്പുറം. ഓർമ്മയുണ്ടോ സാറിന് ഈ ഫോൺ? അയ്യോ, ഇത് എന്റെ ഫോണല്ലേ? സാറിന്റെ കുടുംബം കലക്കാനും പണി കളയാനുമുള്ള വെടിമരുന്ന് ഈ ഫോണിലുണ്ട്. ഓകൃത്തരം പറയുന്നുണ്ട്. എന്റെ ഫോണിങ് ഈ ഫോണിലേക്ക് കുര്യച്ചന്റെ 18 മിസ്ഡ് കോളുകൾ, അങ്ങോട്ട് വിളിച്ച കോളുകൾ, ഇങ്ങോട്ട് വന്ന കോളുകൾ, പിന്നെ കണ്ടവന്റെ ഭാര്യമാരുടെ മൊബൈലിലേക്ക് സാർ അയച്ച പ്രണയ മെസ്സേജുകൾ, കോളുകൾ. മൊത്തത്തിലൊരു ബ്ലൂ മയം. ഉമ്മ ഉമ്മ കിസ്മി മിസ് യു ഡാ. കവലക്കൽ കുര്യച്ചൻ 10,000 രൂപ കൈക്കൂലി തന്ന കാര്യവും ഈ മൊബൈലിലുണ്ട്. എന്റെ കയ്യെന്ന് വിട്, ഞാൻ പൈസ എടുത്തു തരാം. ഇനി എന്റെ ഫോണിങ് താ. തൊണ്ടി പ്രതിക്ക് കൈമാറുന്ന ശീലം കോടതിക്കില്ല. വാടാ, ആ ഫോണിങ് തന്നേച്ചു പോടാ. ആ പോടോ. ഇങ്ങോട്ട് തരാൻ. അയ്യോ, എന്റെ ഫോൺ, അത് ഫോണിങ് താടാ. അതെ, ഒന്ന് നിന്നേ. കിട്ടിയ കാശും കൊണ്ട് കള്ളു കുടിക്കാൻ പോവാണല്ലേ? ഗോപനം പെണ്ണിനെ നോക്കണ്ടേ? വള്ളോട് മാമച്ച, ഇവര് വന്നില്ല, വേണ്ട, നമുക്ക് പോയി നോക്കാം. ഈ വട്ടക്കായൽ മുങ്ങിപ്പോരെ പൊക്കിയെടുക്കുന്നവനാ ഞങ്ങളുടെ ഗോപൻ. പിന്നെ അവള് കുട്ടനാടിന്റെ പെണ്ണ. താറാവിനെ ആരെങ്കിലും നീന്തൽ പഠിപ്പിക്കണോ മാമച്ച? അവര് ജീവിതം നീന്തി തുടങ്ങിയെന്നങ്ങ് വിചാരിച്ചാ മതി. ഓക്കില്ലേ, വാ. ചെഞ്ചുണ്ടിൽ ചെഞ്ചുണ്ടിൽ. അയ്യോ, നശിപ്പിച്ചല്ലോടിയല്ല എന്റെ ദൈവമേ. എനിക്ക് വയ്യ എന്റെ ഈശ്വരാ. അയ്യോ, ഇതിനാണോടി വിമല ഇവളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത്? ദൈവമേ, അയ്യോ, എനിക്ക് ജീവിക്കണം. നീ ഇങ്ങനെ നെഞ്ചത്തടിക്കല്ലേ? ഒന്നാമത് ഹാർട്ടിന് സുഖം ഇല്ലാത്തതാ. ഇല്ലാത്ത കുഴപ്പം നീ ഉണ്ടാക്കല്ലേ? അതെ, ആവശ്യമില്ലാത്ത ഓരോന്ന് നീ ചെയ്തു കൂട്ടുമ്പോഴേ വയ്യാത്ത തള്ളയുടെ കാര്യം കൂടി ആലോചിക്കണം. ദൈവമേ, നീ ഇങ്ങനെ കരയല്ലേ? അയ്യോ, നീ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കാതെ. അറിയാത്തവരെ കൂടെ അറിയിക്കാനാ കെട്ടിച്ചു വിടേണ്ട പെണ്ണാ. ഇനി കരയിൽ അറിയാത്തവരായിട്ട് ആരടി ഉള്ളത്? തലയെ വെച്ച പേന എനിക്ക് താഴെ വെച്ച ഉറുമ്പരിക്കുന്നത് വെച്ച് വളർത്തിയല്ലേ ഞാൻ ഈ ഭൂദേവിയെ. അയ്യോ എന്റെ ദൈവമേ, ഇനി നീ മിണ്ടി പോവരുത്. എന്തായാലും നീ ചെയ്തത് ശരിയായില്ല. നിന്റെ അപ്പൻ ചത്ത് കാലം എത്രയായിട്ടും നാട്ടുകാരെ കൊണ്ടൊരു മോശം വാക്ക് പറയിച്ചിട്ടില്ല ഇവള്. ഇപ്പോഴും അമ്പലപ്പറമ്പ് നിറങ്ങി നാടകം കളിച്ചിട്ട് വരുവാ നിന്നെ വളർത്താൻ. വന്നു കേറുമ്പോ ഇങ്ങനൊക്കെ കേട്ടാലേ ആർക്കായാലും ദണ്ണം വരും. പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ട്. ഈ ഭൂദേവിയുടെ തലയ്ക്കകത്ത് മുഴുവൻ ചെളിയാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകില്ല. നീ എങ്ങനെയെന്ന് പറഞ്ഞേക്ക്. എനിക്ക് ആളെ ഇഷ്ടമാണ്. കൊല്ലും ഞാൻ നിന്നെ. എന്ത് കണ്ടിട്ടടി? അവന്റെ ഒരു ഉണക്ക ബോട്ടും ആട് മോന്തേം. അവന്റെ കൂടെ പൊറുക്കാന്നുള്ള പൂതി നിനക്ക് വേണ്ട. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല. ഗൾഫിൽ പോയി വന്നിട്ട് വേലയും കൂലിയുള്ള ഒരുത്തനെ കൊണ്ട് അന്തസ്സായിട്ട് ഞാൻ നിന്നെ കെട്ടിച്ചു വിടും. ഞാൻ ഗൾഫിൽ പോകുന്നില്ല. അയ്യോ വിമല, അയ്യോ എന്ത് പറ്റി? ദൈവമേ, എടി ജയേ, ഇത്തിരി വെള്ളം ഇങ്ങോട്ട് എടുക്കടി. ദൈവമേ, നീ ഒന്ന് കണ്ണു തുറന്നേ. ദൈവമേ, കയ്യിന്ന് പോയല്ലോടി വിമലെ. നീ ഒന്ന് അടങ്ങ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. കിടന്നേ, അവളിപ്പോ വെള്ളമായിട്ട് വരും. അമ്മ വലിയ പുകില. ഗൾഫിൽ പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാ. വിളിക്കണേ. മാമച്ചനാ. ആ എണ്ണം കെട്ടവനെ ഒക്കത്തിന് കാരണം. ഇങ്ങോട്ട് തന്നെ അവനെ ഞാൻ ഇന്ന്. ഹലോ, ആണോ? ശരി, ഞാൻ ഇപ്പൊ വരാം. ജയയുടെ വിസയുടെ കാര്യം ശരിയായിരുന്നു. ഓഫീസിലോട്ട് ചെല്ലാൻ. അവള് പറഞ്ഞൊന്നും നീ കാര്യാക്കണ്ട. നീ ചെല്ല, ഞാനും കൂടെ വരാം. ശരി, എഴുന്നേക്ക.